അവർ നമ്മളെ അങ്ങ് ചേർത്തങ്ങ് അങ്ങ് വരിഞ്ഞു മുറുക്കി സ്നേഹം കൊണ്ട്. പിന്നെ ആ സ്നേഹബന്ധം പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. ഈ 20 വർഷം അങ്ങനെ ഞാനിവിടെ തന്നെ നിന്നു. നമ്മളിവിടെ നിന്ന് അതിന്റെ 100 ഇരട്ടി വേദനയാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം നാടില്ല, നാട്ടുകാരെ ആരും കാണുന്നില്ല. നമ്മളിപ്പോൾ 2 വർഷമായിട്ട് വെറും ഒരു അധ്യാപകൻ മാത്രമായി മാറി. ഉത്സവപ്പറമ്പല്ലേ, ഇത് സ്കൂളല്ലല്ലോ, ഇതൊരു ഉത്സവപ്പറമ്പാണ്, എന്നും ഉത്സവമാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് മുറി നിൽക്കുമ്പോൾ ഈ പുഴയുടെ ശബ്ദം ഉണ്ടല്ലോ, അതൊരു ശ്രുതി പോലെ നമുക്ക് ഒരു ചെവിയിൽ ഇങ്ങനെ ഒരു ശ്രുതി ഇങ്ങനെ മുഴങ്ങും. അത് ഈ പുഴയുടെ ശബ്ദമാണ്. ആ ശ്രുതിക്കാണ് നമ്മൾ ക്ലാസ്സിൽ കവിത ചൊല്ലുന്നത്, പാട്ട് പാടുന്നത്, കഥ പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളിൽ പഠിച്ച 33 പൊന്നോമനകളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ 2ാം വാർഷികത്തിൽ ഇന്നും പുന്നപ്പുഴ വരത്തെത്തി ആ കുട്ടികൾക്ക് വേണ്ടി പുഷ്പാർച്ചന നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ തന്നെ അധ്യാപകർ ചെയ്തു. മേപ്പാടി പഞ്ചായത്ത് അധികൃതരും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കണ്ടൊരു മുഖമാണ് ഉണ്ണിമാഷ്. ഉണ്ണിമാഷിന്റെ മുഖം ആരും മറന്നു കാണില്ല. ഉണ്ണിമാഷും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റധ്യാപകരും വന്നിരുന്നു. എല്ലാവരും വന്ന് പുഷ്പാർച്ചന നടത്തി. എനിക്കൊപ്പം ഈ പുന്നപ്പുഴയുടെ തീരത്ത് മാഷുണ്ട്. മാഷിന്റെ കുടുംബവും ഉണ്ട്. ആലപ്പുഴക്കാരനാണ് അദ്ദേഹം. 20 വർഷത്തോളമല്ലേ ഇവിടെ ജോലി ചെയ്ത മാഷ്? 20 വർഷം. 2006 ജൂണിലാണ്, ജൂൺ 1-നാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. 2006 ജൂണാണ്. ഇതിനിടയ്ക്ക് സ്ഥലമാറ്റം കിട്ടിയിട്ടും ഇവിടുന്ന് പോയില്ല. ഇവിടെ നമ്മൾ ഈ സ്കൂളുമായിട്ടങ്ങ് ഇണങ്ങി, ആളുകളും ഇവിടുത്തെ ആളുകൾ ഞാനുമായിട്ട് വേഗം അങ്ങ് ഇണങ്ങി. അപ്പൊ പിന്നെ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കലാപ്രവർത്തനങ്ങളിലൂടെയൊക്കെ വിദ്യാലയ സംസ്ഥാന കലോത്സവത്തിലൊക്കെ എത്തി. അപ്പോൾ ആ നാട്ടുകാർക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഈ ചൂരൽ മലയുടെ പേര് അല്ലെ വെള്ളാർമല സ്കൂളിന്റെ പേരൊക്കെ സംസ്ഥാന കലോത്സവത്തിൽ എത്തിച്ചപ്പോൾ ഈ നാട് നമുക്ക് തരുന്നൊരു സ്നേഹമുണ്ട്. അവരുടെ നാടിന്റെ പേരല്ലേ ഇവിടെയൊക്കെ വാർത്താ ചാനലിലൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ അങ്ങ് ചേർത്തങ്ങ് അങ്ങ് വരിഞ്ഞു മുറുക്കി സ്നേഹം കൊണ്ട്. പിന്നെ ആ സ്നേഹബന്ധം പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ പലവട്ടം എനിക്ക് SSKയിലൊക്കെ പോസ്റ്റിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുകാരെന്തെടുക്കും, എൻ്റെ വൈഫിനെ വിളിക്കും, മാഷിനെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിക്കും. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ആവശ്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ വേണ്ടത്, നമ്മളെ ആവശ്യമുള്ള ഒരു നാട്ടിൽ നമ്മൾ വേണം. അപ്പോൾ പറഞ്ഞു, എന്നാൽ അവിടെ തന്നെ നിൽക്കൂ, നിങ്ങളെ ആ നാടിന് ആവശ്യമാണ്, അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിന്നോളാൻ. ഈ 20 വർഷം അങ്ങനെ ഞാനിവിടെ തന്നെ നിന്നു. ഇപ്പം വിധിയെല്ലാം മാറ്റിമറിച്ച് സ്കൂൾ തന്നെ ഇവിടെ മേപ്പാടിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കിതൊരു വേദനയാണ്. എത്ര സന്തോഷത്തോടു കൂടിയാണോ നമ്മൾ ഇവിടെ നിന്ന് അതിന്റെ 100 ഇരട്ടി വേദനയാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം നാടില്ല, നാട്ടുകാരെ ആരും കാണുന്നില്ല. നമ്മളിപ്പോൾ 2 വർഷമായിട്ട് വെറും ഒരു അധ്യാപകൻ മാത്രമായി മാറി. സ്കൂളിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, റൂമിൽ വരുന്ന വെറും ഒരു അധ്യാപകനായി മാത്രമാണ് ഈ 2 വർഷം ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പ്രൊമോഷൻ കിട്ടിയാലോ ഇവിടുന്ന് മാറി? എനിക്ക് ലാസ്റ്റ് ഇപ്പോൾ ഒരു പ്രൊമോഷനായി, ഹെഡ് മാഷായിട്ട് പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറാണ്. ആലപ്പുഴ കുട്ടനാട് കൊടുപ്പുന്ന എന്ന് പറയുന്ന വിദ്യാലയത്തിലേക്കാണ്. എന്തായാലും പോയാൽ മതിയാവുള്ളൂ. കാരണം അത് ജീവിതത്തിൽ ഒരിക്കലേ നമുക്കൊരു പ്രൊമോഷൻ ഉണ്ടാവുള്ളല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് പോയതാണ്. അവിടെ എത്ര കുട്ടികളുണ്ട്? അവിടെ വളരെ കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ. ഇനി അത് ഒന്ന് ശരിയാക്കി എടുക്കണം. ഇവിടെ കുറേ കുട്ടികളുണ്ടായിരുന്ന സ്കൂളായിരുന്നല്ലോ നമ്മുടെ വെള്ളാർമല സ്കൂള്. ഉത്സവപ്പറമ്പല്ലേ, ഇത് സ്കൂളല്ലല്ലോ, ഇതൊരു ഉത്സവപ്പറമ്പാണ്, എന്നും ഉത്സവമാണ്. ഇനി നമ്മൾ നിൽക്കുന്ന അമ്പലമില്ലേ, ചൂരൽമല അമ്പലം, ഇത് വലിയൊരു ക്ഷേത്രം ഇവിടെ നിന്നതാണ്. ഇവിടുത്തെ ഒരു ദിവസത്തെ പരിപാടി നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം ഉത്സവം മാറ്റി വെച്ചേക്കുക. അപ്പോൾ പറയും, മാഷെ ഒരു ദിവസത്തെ പരിപാടി നമ്മുടെ കുട്ടികളുടെ ആണ് കേട്ടോ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പോലും ഈ നാടുമായിട്ട് ഈ വിദ്യാലയം ഇഴുകി ചേർന്നതാണ്. അത് അമ്പലമാകട്ടെ, കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, ഈ പുഴയുടെ തീരത്തിരുന്ന് പഠിക്കാൻ പറ്റും, അങ്ങനെ പറയാറുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മലയാളം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് മുറി നിൽക്കുമ്പോൾ ഈ പുഴയുടെ ശബ്ദം ഉണ്ടല്ലോ, അതൊരു ശ്രുതി പോലെ നമുക്ക് ഒരു ചെവിയിൽ ഇങ്ങനെ ഒരു ശ്രുതി ഇങ്ങനെ മുഴങ്ങും. അത് ഈ പുഴയുടെ ശബ്ദമാണ്. ആ ശ്രുതിക്കാണ് നമ്മൾ ക്ലാസ്സിൽ കവിത ചൊല്ലുന്നത്, പാട്ട് പാടുന്നത്, കഥ പറയുന്നത്. അതൊക്കെ ഈ പുഴയുടെ ശ്രുതിക്കാണ്. അപ്പോൾ പുഴയും ഈ വിദ്യാലയവും അത്രയ്ക്ക് ബന്ധമുണ്ട്. അപ്പോൾ അത് ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകനാണെങ്കിൽ, അതായത് ഞാൻ പഠിക്കുക എന്ന തൊഴിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ഇവിടെ തന്നെയാണ്. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെ. അപ്പോൾ അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു.
നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് അധ്യാപകരെ കാണുമ്പോൾ ഈ ഒരു ഭാഗ്യം നിങ്ങൾക്കില്ലല്ലോ എന്നെപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ പറയുമായിരുന്നു. അതിന്റെ ഫലമാകാം ഇതിങ്ങനെ കാണാൻ ആഗ്രഹിച്ചവരല്ല ഞങ്ങൾ. ഇത് ഉയർന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. ദുരന്തത്തിന് ശേഷം ഇവിടുത്തെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പോയി നല്ല വിജയം നേടി. 10ാം ക്ലാസ്സിലാണ് SSLC 100% ഇത്തവണ കിട്ടിയത്. അതായത് ആ സമയത്ത് 2 മാസം പഠനമില്ലായിരുന്നു. 2 മാസം പഠനമില്ലായിരുന്നു. കാരണം പഠിപ്പിക്കേണ്ടെന്ന് തന്നെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു. അവരെ മാനസികമായിട്ട് ഉണർത്തിക്കൊണ്ട് വരിക, അവരെ പഠിപ്പിക്കരുത്. അങ്ങനെ 2 മാസം അവരെ പിന്നെ കലാപരിപാടികൾ, അതുപോലെ തന്നെ ശാസ്ത്ര താല്പര്യമുള്ള കുട്ടികളെ ആ രംഗത്ത്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൽ പിന്നെ അവരെ പരിശീലിപ്പിച്ചു. അങ്ങനെ അവരെ മനസ്സിൽ നിന്നും ആ മുറിവ് ഓർക്കാതിരിക്കാനുള്ള പിന്നെ പഠന അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ 2 മാസം പഠനം നടക്കാത്തടത്തു നിന്നാണ് പിന്നീട് അവരെ പഠിപ്പിച്ച് 100% റിസൾട്ടിലേക്ക് എത്തിച്ചത്. നമ്മുടെ ഈ നാട് ഒന്നിച്ച ഒരു ദുരന്തം കൂടിയാണിത്. പല സ്ഥലത്തുനിന്ന് പല ആളുകൾ വന്നു. ഇപ്പൊ ഒരു പുതിയൊരു മുഖം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ ചേട്ടാ? ഞാൻ ഈ ഫ്ലഡിന് ശേഷമാണ് വരുന്നത്. കഴിഞ്ഞ ആ ദുരന്തം ഉണ്ടായതിനു ശേഷം 2 വർഷമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടല്ലേ നാടുമായിട്ട്? ഉണ്ട്. കൂടുതലും ആത്മബന്ധം എന്ന് വെച്ചാൽ സ്കൂളുമായിട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ നല്ലൊരു അധ്യാപകർ, കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വേറെ എവിടെ പോയാലും സാറുമാർ അവർക്കൊരു സമയമുണ്ട്, ആ സമയത്തിനാണ് വരിക. പക്ഷെ ഇവിടുത്തെ അധ്യാപകർ വെച്ചാൽ നേരം വെളുക്കുമ്പോൾ തന്നെ വരികയും ചെയ്യും, അതുപോലെ തന്നെ താമസിച്ചു പോവുകയും ചെയ്യും. ചില സമയത്ത് ഇവിടെ തന്നെ തങ്ങുകയും ചെയ്യും. കൂടുതൽ ഇദ്ദേഹമാണ്, പേര് പറഞ്ഞില്ല, രമേശ് എന്നാണ് പേര്. തൃശ്ശൂരാണ് സ്വദേശം. ഇദ്ദേഹത്തിന്റെ തോളത്ത് കിടക്കുന്ന ബാഗ് നിറയെ കുട്ടികൾ കൊടുക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കളൊക്കെ തന്നെയാണ്. അതായത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഇടവേളകൾ വരാറുണ്ടല്ലോ കുട്ടികളെ കാണാൻ? കുട്ടികളെ കാണാൻ വരാറുണ്ട്. പിന്നെ ഇവിടെ സ്വാതന്ത്ര്യദിനത്തിന് കൊടികളും തോരണങ്ങളൊക്കെ, കുട്ടികൾക്ക് കൊടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂള് തുടക്കം മുതൽ സ്കൂളൊക്കെ അലങ്കരിക്കുകയും, കഴിഞ്ഞ 2 പ്രാവശ്യം സ്കൂളൊക്കെ ഞാൻ തന്നെയായിരുന്നു അലങ്കരിച്ച്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ഈ ഉത്സവപ്പറമ്പിൽ കച്ചവടമൊക്കെയാണ്, കളിപ്പാട്ടം, ടോയ്സ്, അങ്ങനെയുള്ള ഐറ്റമൊക്കെ. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതാണ്. കുട്ടികളിലുള്ള സ്നേഹം കൊണ്ട്, ഈ നാട്ടിലുള്ളവർക്ക്, പിന്നെ ഇവിടുത്തെ സാറുമാരുടെ സ്നേഹം എല്ലാം കൊണ്ട് വരുന്നതാണ്. ഇതുപോലുള്ള സ്നേഹമുള്ള മനുഷ്യന്മാരാണ് ഈ ദുരന്ത മുഖത്ത് ഇവരെ കൂട്ടി നിർത്തുന്നത്. ഏതായാലും ഈ വാർഷിക ദിനത്തിലും ഇവിടെ എത്തി, ഈ പുന്നപ്പുഴയോരത്ത് എത്തി അധ്യാപകരൊക്കെ തന്നെ പുഷ്പാർച്ചന നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.